നിങ്ങൾ ഗുണ്ടകളുടെ ലുക്കിൽ എന്താണ് സംഭവം? അതോടെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ, എന്താ സംഭവം? 8 പേരും ഗുണ്ടകളാണ്. അതെ, അപ്പൊ ഫുൾ കഥയൊന്നും പറയണ്ട. ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഇപ്പോൾ എട്ടുകെട്ടിന്റെ ലൊക്കേഷനാണ്. അതെ അതെ, 8കെട്ടിന്റെ ഒരു കൊച്ചു സിനിമയുടെ. അതെ, കൊച്ചു. പക്ഷെ അതൊരു സിനിമ ഫോർമാറ്റിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ക്യാമറ, നല്ല ഡയറക്ടർ അല്ലേ? ഇതിന്റെ തിരക്കഥാകൃത്താണ് ഇദ്ദേഹം അല്ലേ? താങ്കളൊന്ന് സ്വയം പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് അരുൺ ഗോപാലകൃഷ്ണൻ, ബാംഗ്ലൂർ ബേസ്ഡാണ്. ഇതൊരു ഷോർട്ട് പ്രോജക്റ്റാണ്. സിനിമയുടെ തന്നെ ഫോർമാറ്റിൽ ചെയ്തിരിക്കുന്ന മനുഷ്യ മനസ്സിലെ എല്ലാ വികാര പ്രകടനങ്ങളും ഒരു ചെറിയൊരു ടൈം സ്പേസിനുള്ളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ടൈറ്റായിട്ട് ചെയ്തിട്ടുള്ള തിരക്കഥയാണ്. കഥാപാത്രങ്ങളെല്ലാവരും വളരെ മികച്ച പെർഫോമൻസ് ആണ് ഇതുവരെ ഞാൻ കണ്ടത്. താങ്കളും ഇതിൽ അഭിനയിക്കുന്നു? ഞാൻ ചെറിയൊരു വേഷം ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷവാനാണ്. ഇതിൻ്റെ സംവിധായകൻ എൻ്റെ ഒരു സുഹൃത്താണ്. പുള്ളിക്ക് വളരെ വലിയൊരു ബ്രേക്കാണ് ഇതിലൂടെ കിട്ടാൻ പോകുന്നതെന്നാണ് ഞാൻ നല്ല കാര്യം കരുതുന്നത്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മിസ്റ്റർ സോജൻ വർഗീസ് ഏഞ്ചൽ. നമസ്കാരം. ഇദ്ദേഹമാണ് ഇന്നലെ നമ്മുടെ ഒരു ചാനലിന് വേണ്ടിയിട്ട് കവിത ചൊല്ലിയത്. സ്വയം രചിച്ച് ആലപിച്ച് ഇന്നലെയാണ് ഷൂട്ട് നടന്നത്. അപ്പോൾ ഏതായാലും സോജൻ വർഗീസും ഈ കൊച്ചു സിനിമയിൽ ഒരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ പറയാം. തീറ്റിപ്രാന്തനായിട്ടുള്ള ഒരു കൊക്കോപ്പുഴു എന്ന ക്യാരക്ടറാണ് ഞാനിതിനകത്ത് ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ട് അതിനെ അരുണേട്ടൻ എഴുതി വെച്ചിട്ടുണ്ട്. വിക്കി നന്നായിട്ട് അതിനെ സംവിധാനം ചെയ്ത് എന്നിലൂടെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നല്ല ഔട്ട് കൊടുക്കാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് നല്ലൊരു അനുഭവമായിരിക്കും പ്രേക്ഷകർക്ക്, അത് 100% ഉറപ്പ്. 8ൻ്റെ പണി എന്ന് നമ്മൾ സർവ്വസാധാരണയായിട്ട് കൊച്ചിക്കാർ പറയും. ആ 8ൻ്റെ പണി പോലെ തന്നെ ഒരു സൂപ്പർ പണിയായിരിക്കും 8കെട്ട്. ഓൾ ദി വെരി ബെസ്റ്റ് 8കെട്ടിൻ്റെ എല്ലാ ടീമിനും എൻ്റെ പേഴ്സണലായിട്ടുള്ള ആശംസകൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഇതാണ് വിക്കി എന്ന് വിളിക്കുന്ന വിവേക്, സംവിധായകനാണ് 8കെട്ടിൻ്റെ. താങ്കൾക്ക് എന്താണ് ഈ കൊച്ചു സിനിമയെക്കുറിച്ച് പറയാനുള്ളത്? പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരു കൊച്ചു സിനിമയല്ല, ഒരുപാട് പേരുടെ സ്വപ്നമാണ്. അതായത് വലിയ സ്വപ്നമാണ്. ഒരു ചെറിയ ചുവടുവെപ്പാണ് മലയാള സിനിമയ്ക്കുള്ള, പക്ഷെ ഉറച്ച ചുവടുവെപ്പാണ്. ഇത്രേ ഉള്ളൂ. ഇതൊരു കഥാപാത്രം ചെയ്യുന്ന പേര് പറയും. രോഹിത്താണ്. രോഹിത്തിനൊക്കെ നമുക്ക് പിന്നീട് പരിചയപ്പെടാം. പരിചയപ്പെടുത്തു. ശരിക്കും പേര് ജിജു എന്നാണ് പേര്. കണ്ണൂർ തന്നെയാണ്. ഇതേ പുറകിലേക്ക് അസിസ്റ്റന്റോ അനുരാഗ്. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ DOP. 8കെട്ട് എന്ന ഈ സിനിമയുടെ DOP ജിജു. അപ്പോൾ ഇദ്ദേഹം നമ്മുടെ നല്ല ഒരു ക്യാരക്ടർ ചെയ്യുന്നതാണ്. ഇവർ ഇതിന് മുൻപ് ഒരു വെബ് സീരീസ്, അതിനൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. പ്രകാശിന്റെ പരിണാമത്തിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ചക്കപ്പശന്റെ ടീമിന്റെ ഒരു ഭാഗം. അത് നല്ല സൂപ്പർ ഹിറ്റ് അല്ലേ? അപ്പോൾ ഒരു അവസരം കിട്ടിയത് വളരെയധികം സന്തോഷം. നല്ലൊരു വിജയമായി മാറട്ടെ. ഇപ്പോൾ സമയം 5 മണി. നല്ല പോക്കുവയിൽ സൂര്യൻ അസ്തമിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനോഹരമായ ഈ കടൽ തീരത്തിരിക്കുന്നത് മറ്റൊന്നുകൊണ്ടല്ല, 8കെട്ട് എന്ന് പറയുന്ന ഒരു കൊച്ചു സിനിമയുടെ ഷൂട്ട് നടക്കുകയാണ്. ഡയറക്ടർ സാറിന് ചിലപ്പം കൊച്ചു സിനിമ എന്ന് പറയുമ്പോൾ
അത് പുള്ളിക്ക് ഇഷ്ടപ്പെടില്ല. എങ്കിലും കൂടി ഞാൻ പറയാം, അത് ഇതൊരു 20-25 മിനിറ്റുള്ള ഒരു ഷോർട്ട് മൂവി ലെവലിലാണ് എടുക്കുന്നത്. പക്ഷേ എടുക്കുന്നത് സിനിമ ഫോർമാറ്റിലെ മൂവിയാണ്. അപ്പം നല്ല ഒരു സംവിധായകനാണ്, നല്ല കഴിവുള്ളൊരു വ്യക്തിയാണ് വിവേക്. അതുപോലെ തന്നെ തിരക്കഥ എഴുതിയിരിക്കുന്നത് അരുൺ. പുള്ളിക്കാരൻ കോട്ടയത്തുകാരനാണ്, അദ്ദേഹം ബാംഗ്ലൂർ സെറ്റിൽഡാണ്. അദ്ദേഹവും നല്ല കഴിവുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സിനിമയുടെ ഷൂട്ടിംഗ് 4ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനിയും ഒരു 4 ദിവസം കൂടി ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് വളരെ സസൂക്ഷ്മം ചെയ്യുന്ന ഒരു സിനിമ. നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് എല്ലാം കൊണ്ടും. ആർട്ടിസ്റ്റുകളായാലും അല്ലെങ്കിൽ ക്രൂസിനായാലും താമസിക്കാനൊക്കെ നല്ല രീതിയിൽ റിസോർട്ടാണ് എടുത്തു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റിസോർട്ടിനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ റിസോർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്കൊക്കെ നല്ല റെൻറ്റ് വേണം. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. നല്ല പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസറെ നമ്മളിവിടെ ഇതിൽ പരിചയപ്പെടുത്തുന്നില്ല. അദ്ദേഹവും ബാംഗ്ലൂർ സെറ്റിൽഡ് മലയാളിയാണ്. അപ്പോൾ കടൽത്തിരകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഈ സമയത്ത് നമ്മളിവിടെ ഇരുന്നിട്ട് സംസാരിക്കുന്നത് ചിലപ്പോൾ കടലിന് ഇഷ്ടപ്പെടാവുന്നതാകാം. കടലിങ്ങനെ അടുത്തടുത്തേക്ക് വരുന്നുണ്ട് തിരകൾ. അസ്തമയം അടുത്തിരിക്കുകയാണ്. 6 മണിയാകുമ്പോഴേക്കും 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും സൂര്യൻ ശരിക്കും താഴോട്ട് വരും. ഇന്ന് മഴക്കാറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് നല്ലൊരു അസ്തമയം കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സാധാരണ ഇന്നലെ ഞങ്ങൾക്ക് നല്ല അസ്തമയം കാണാൻ പറ്റില്ല. നല്ല രീതിയിലൊക്കെ വന്നതാണ്. പക്ഷേ ഒരു കുറച്ചടുത്തെത്തിയപ്പോൾ, കടലിൻ്റെ കുറച്ചടുത്തെത്തിയപ്പോൾ അവിടെ കാർമേഘം മറച്ചു കിടന്നു. കാർമേഘം മറച്ചപ്പോൾ നമുക്ക് സൂര്യനെ പിന്നെ കാണാതായി. ഇന്ന് ചിലപ്പോൾ കാണാൻ പറ്റുമെന്ന് വിചാരിക്കും. നല്ല രീതിയിൽ അസ്തമയം കിട്ടുകയാണെങ്കിൽ എടുക്കാം. ഞാനിവിടെ ഇരിക്കുന്നത് കടലിനെ അത്ര പിടിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. എൻ്റെ കാല് നിറയ്ക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ മനോഹരമായ ഈ കടൽ തീരത്ത് കൂട്ടം കൂടി നിൽക്കുന്നത് വെട്ടുകെട്ട് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സംബന്ധിച്ച് കൂടിയിരിക്കുന്ന ആളുകളാണ്. ഈ കല്ലിൻ്റെയൊക്കെ പ്രത്യേകതകൾ ശ്രദ്ധിക്കുക. കണ്ടോ, ഇത് ശരിക്കും നമ്മൾ വെട്ടുകല്ല് പോലത്തെ ഒരു കല്ല് തന്നെയാണിത്. പക്ഷേ ഇതിങ്ങനെ ഹോൾസ് ആവുന്നത് വെള്ളം അടിച്ചടിച്ചടിച്ചടിച്ച് ഹോളാവുന്നതെന്ന് തോന്നുന്നു അല്ലേ? ഇതല്ല പ്രത്യേകതരം. ഇന്നും രക്ഷയില്ല. ഇന്നും നമുക്ക് അസ്തമയം നല്ല രീതിയിൽ കാണാൻ സാധിക്കില്ല. കേക്ക്, കടലിൽ കേക്ക് സപ്ലൈ. ഇവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അസ്തമയം കണ്ടില്ല കേട്ടോ. ഇന്നും ഇന്നലെയൊക്കെ ഒരേപോലെയായിരുന്നു. ഇതാ മഴ ചാറുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് കാർമേഘം ഉള്ളപ്പോഴേ, മഴക്കാറുള്ളപ്പോഴേ ഇത് കാണാൻ പറ്റില്ല. അത് നല്ല രസമായിട്ട് കാണാമായിരുന്നു. ഇത് ഹോം സ്റ്റേ, മറ്റൊരു ഹോം സ്റ്റേ. പാർക്കിംഗ് ഒക്കെ ഉണ്ട്. സൂര്യൻ അസ്തമിച്ച ശേഷം നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഇങ്ങനെ നോക്കുമ്പോഴുള്ള അവസ്ഥ ഇതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ചൂട് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാം.
തെക്കുംപാടം പാലം അല്ലേ? തെക്കുംപാടം പാലത്തിൽ അടിപൊളി. മനോഹരമായ സ്ഥലമാണ്. കണ്ണൂർ തെക്കുംപാടം പാലമാണ് ഇപ്പോൾ കാണുന്നത്. മാട്ടൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. മാട്ടൂർ മഷഹൂർ റെസ്റ്റോറൻറ്റ്, നല്ല ബ്യൂട്ടിഫുൾ റെസ്റ്റോറൻ്റാണ്. ഇത് തുറക്കാറില്ലേ? ഡെയിലി തുറക്കുന്നുണ്ടല്ലേ? ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ ബീച്ചിനോട് ചേർന്നിട്ട് തന്നെയാണ്. മട്ടൂരല്ലേ സ്ഥലത്തിൻ്റെ പേര്? കടലും ആനയും എനിക്ക് എന്നും ഒരു വീക്ക്നെസ്സാണ്. അതുകൊണ്ട് തന്നെ കടൽ കണ്ടാൽ മതിവരാത്ത ഞാൻ വീണ്ടും മാട്ടൂർ കടപ്പുറത്തേക്ക്. കെട്ടുകെട്ടിൻ്റെ ഷൂട്ട് പാക്കപ്പായിരിക്കുകയാണ്. പാക്കപ്പ് ഇവിടെ ആയിരുന്നു. മാട്ടൂർ മഷഹൂർ റെസ്റ്റോറൻറ്റിൻ്റെ മുൻപിലുള്ള ബീച്ചിൽ വെച്ചായിരുന്നു പാക്കപ്പ്.